അടുത്തായിട്ട് നമുക്ക് പ്രിയപ്പെട്ട ലിഡ ജേക്കബ് മാഡത്തെ കേൾക്കാം. ഒരു പൊതു സേവനവും നിലപാടും അത് ഒരുപോലെ ഹൃദയപൂർവ്വം ചേർത്ത് വയ്ക്കുക അത്ര എളുപ്പമല്ല. കാരണം ഈ സേവന മേഖല പലപ്പോഴും നിലപാട് വെള്ളം ചേർക്കേണ്ടി വരും. പക്ഷേ ലിഡ ജേക്കബ് മാഡം വ്യത്യസ്തയാകുന്ന അങ്ങനെയാണ്. തൻ്റെ പൊതു സേവന രംഗത്ത് യാതൊരു കറയുടെ ഒരു അടയാളവും ബാക്കി വയ്ക്കാതെ ഏറ്റവും സംശുദ്ധമായ ഒരു പൊതുസേവന പാരമ്പര്യത്തിൻ്റെ ഉടമയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിലയിലൊക്കെ ചെയ്ത സേവനങ്ങളൊക്കെ വളരെ സുദീർഘമാണ്. ആദരവോടെ മാഡത്തെ ക്ഷണിക്കുന്നു. നന്ദി അച്ഛാ. ഈ ഗാംഭീര്യമുള്ള ഈ സദസ്സിൽ വന്നെത്താൻ വൈകിയതിന് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇവിടെ നേരത്തെ കേട്ട കാര്യങ്ങളിൽ നിന്നും തൊട്ട് മുമ്പ് അച്ഛൻ സംസാരിച്ച നമ്മളുണ്ട് മുന്നോട്ട് പോവുകയാണ്. ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. നമുക്ക് സത്യത്തിൽ നിന്നും മാത്രമേ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. ഒരു ചെറിയ കഥ കൊണ്ട് ഞാൻ ആരംഭിക്കുക. മതങ്ങൾ ഉണ്ടാകുന്നതിന് വളരെ മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, നോർത്ത് അമേരിക്ക കണ്ടെത്തുന്നതിന് മുൻപായിട്ടുണ്ട് അവിടെ ജീവിച്ചിരുന്ന സിയോക്സ് എന്ന ഒരു ഗോത്രവർഗം, SIOUX, സിയോക്സ് എന്ന ഒരു ട്രൈബൽ വിഭാഗമുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ഇന്നും പലരും ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയുണ്ട്. അവരുടെ സൃഷ്ടാവ് എല്ലാ മൃഗങ്ങളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. അപ്പോൾ അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്, സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്, ഇതാ മനുഷ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു വാല്യൂ, ഒരു മൂല്യം, സത്യവും ജ്ഞാനവും ഞാൻ ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അവനത് കണ്ടെത്താൻ പ്രാപ്തനാവുമ്പോൾ മാത്രം കണ്ടെത്തുകയുള്ളൂ. എവിടെയാണ് ഞാൻ ഒളിച്ചു വെക്കേണ്ടത്? പരുന്ത് പറഞ്ഞു, അത് എൻ്റെ കയ്യിലേക്ക് തരിക. ഞാൻ ഉയരങ്ങളിലേക്ക് പറന്ന് മലകളുടെ മുകളിൽ ചന്ദ്രൻ്റെ അപ്പുറം കൊണ്ട് ഞാനത് ഒളിച്ചു വയ്ക്കാം. അപ്പോൾ സൃഷ്ടാവ് പറഞ്ഞു, ദൈവമേ, ദൈവം എന്ന് പറയില്ലല്ലോ. അപ്പോൾ സൃഷ്ടാവ് പറഞ്ഞു, അയ്യോ, അതൊന്നും നമുക്ക് പറ്റില്ല. കാരണം മനുഷ്യൻ നല്ല ബുദ്ധിയുള്ളവനാണ്. ഏതെങ്കിലും ഉപകരണം കണ്ടെത്തി അവൻ അവിടെ എത്തി അതെടുക്കും. അതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ ഒരു വലിയ മത്സ്യം പറഞ്ഞു, അത് എൻ്റെ കയ്യിലേക്ക് തരൂ. ഞാൻ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ അത് ഒളിപ്പിച്ചു വയ്ക്കാം. ഒരിക്കലും മനുഷ്യൻ അത് കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഉത്തരം തന്നെയാണ് സൃഷ്ടാവ് പറഞ്ഞത്. വേറൊരാൾ പറഞ്ഞു, ഞാനത് കാറ്റത്തേക്ക് അത് പറപ്പിച്ചു വിടാം. ഇല്ല, അതൊന്നും നടക്കില്ല. എല്ലാവരും ഓരോ സജഷൻസ് പറഞ്ഞ് അവസാനം കണ്ണ് കാണാൻ വയ്യാത്ത ഒരു മോള്, MOLE, മോളെന്ന് പറയുന്ന ഒരു മുയലും ഒരു എലിയുടെയും കൂടെ ഇടയ്ക്ക് ഒരു മിക്സ്ചറായിട്ടുള്ള ഒരു ജീവിയാണ്. കണ്ണ് കാണാൻ വയ്യാത്തൊരു മോൾ. ആ മോൾ പറഞ്ഞു, പതുക്കെ, അതിന് ശബ്ദവുമില്ല. ആ മോൾ, അത് സ്ത്രീ ആയിരുന്നു, സ്ത്രീ മോളായിരുന്നു. അത് പറഞ്ഞു, എനിക്കൊരു സ്ഥലം പറയാനുണ്ട്, അത് മനുഷ്യൻ്റെ ഹൃദയത്തിലങ്ങ് ഒളിച്ചു വയ്ക്കുകയെന്ന്. അപ്പോൾ സൃഷ്ടാവ് പറഞ്ഞു, ഏറ്റവും ശരിയായ സ്ഥലത്താണ്, മനുഷ്യൻ ഒരിക്കലും അവിടെ നോക്കുകയല്ല എന്നാണ്. അതുതന്നെയാണ് ഇവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. സത്യം കണ്ടെത്താൻ നമ്മുടെ ഉള്ളിൽ തന്നെ, ഇവിടെ നേരത്തെ തിലക്കടച്ചൻ പറഞ്ഞതുപോലെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ നോക്കണം. നമ്മുടെ സമൂഹത്തിനുള്ളിൽ നോക്കണം. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഞാൻ ഈ അടുത്തിടെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി കുറച്ച് ക്രിസ്ത്യൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വായിക്കാൻ ഇടയായി. അപ്പോൾ അതിൽ ഏറ്റവും അത്ര പഴക്കമില്ലാത്ത ഇപ്പോഴത്തെ മാർപ്പാപ്പ തിയോളജിയെ പറ്റി പറയുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, തിയോളജി ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ലൈവ്സ് ഓഫ് ദ പീപ്പിൾ. ഇറ്റ് ഷുഡ് കം ഫ്രം ദ നെറേറ്റീവ്സ് ഓഫ് ദ കോമൺ ഹ്യൂമൻ ബീയിങ്സ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നാണ് തിയോളജി ഉണ്ടാകേണ്ടത്. ആ തിയോളജിയാണ് നമ്മൾ പഠിക്കേണ്ടതും. സോ ആ തിയോളജി പഠിപ്പിക്കണമെങ്കിൽ അത് അറിയുന്നവർ അത് വിളമ്പിക്കൊടുക്കാൻ തയ്യാറാകണം. അത് മനസ്സിലാക്കാൻ ജനവും ഉണ്ടാകണം. സത്യദീപം അതിലേക്കാണ് വരേണ്ടത്. അതിലേക്ക് കുറേ നാൾ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ദീർഘനാളത്തുള്ള ഈ 100 വർഷത്തെ ഈ ചരിത്രത്തിൽ പ്രഗത്ഭരായ ആളുകൾ, വൈദികർ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നറിയാം. അപ്പോൾ ഏതായാലും അതിനെല്ലാം അഭിനന്ദനങ്ങൾ നൽകുമ്പോഴും ഒരു ചോദ്യമെന്നുണ്ട്, സത്യദീപത്തിനൊരു മുഖമുണ്ടോ? മിക്ക
ഇപ്പോഴത്തെ മാസികകളായാലും വാരികകളായാലും ന്യൂസ് പേപ്പറുകളായാലും ഒക്കെ ഒരു മുഖമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരാളുടെ ചിത്രം മനസ്സിൽ വരും. സത്യജീവിതത്തെ എടുക്കുമ്പോൾ ആരുടെയെങ്കിലും മുഖം വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ആശയം മുന്നിൽ വരുന്നുണ്ടോ? ആശയമുണ്ടാകണം, അല്ലെങ്കിൽ ഒരു മുഖമെങ്കിലും ഉണ്ടാകണം. ഈ മുഖം വേണ്ട, ഒരു ആശയം ഉണ്ടാകണം. പേര് വളരെ ഭംഗിയാണ്. അച്ഛൻ പറഞ്ഞ പോലെ 2 വള്ളത്തിൻ്റെ പേര്, ബോട്ടിൻ്റെ പേരായിരുന്നു സത്യം, ദീപം. അപ്പോൾ ഈ രണ്ടിൻ്റെയും പേരുണ്ടെങ്കിലും അത് ഓതാനുള്ള കരുത്തുണ്ടാകണം. ആ കരുത്ത് ദീർഘനാളുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ആ ഒരു എനർജി 100 വർഷം ഒരേപോലെ കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല. ഇന്നത്തെ യുഗത്തിൽ മാധ്യമങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. മുഖ്യധാര മാധ്യമങ്ങളെ പറ്റി ഇവിടെ വളരെ ഭംഗിയായിട്ട് മാത്യു സാറ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും തന്നെ അതിനെപ്പറ്റി സംസാരിച്ചു. നമ്മുടെ ആളുകൾ ഇന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? പത്രങ്ങൾ വായിക്കുന്നില്ല, അവർ മെയിൻ സ്ട്രീം TV ചാനൽ പോലും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം, അതിൻ്റെ പിന്നിലുള്ള ആ ഒരു വികാരം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അവർ പോകുന്നത് വീഡിയോസിലേക്കാണ്, അല്ലെങ്കിൽ യൂട്യൂബിലേക്കാണ്, ഇൻസ്റ്റാഗ്രാമിലേക്കാണ്, പോഡ്കാസ്റ്റുകളിലേക്കാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കൊരു വോപ്റ്റ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റഡ് ഐഡിയ ആണ് കിട്ടുന്നത്. എവിടുന്ന് ചിലർ ഒരു ആശയം ഒരു വിധത്തിൽ അവതരിപ്പിക്കുമ്പോൾ നേരെ തിരിച്ച് എല്ലാവർക്കും തന്നെ അതിലേക്ക് വിശ്വസിക്കാൻ തക്ക രീതിയിലുള്ള മറ്റൊരു രീതിയിൽ അതേ കാര്യം അവതരിപ്പിക്കുകയും ഈ ആദ്യം പറഞ്ഞത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്കിന്നുള്ളത്. അപ്പോൾ എവിടെയാണ് സത്യം? എവിടെ നിന്നാണ് ഈ സത്യം കണ്ടെത്താൻ സാധിക്കുക? ഇപ്പോൾ CJP പാർട്ടിയെ പറ്റി പറഞ്ഞു. ഈ CJP പാർട്ടിയെ തകർക്കാനായിട്ട് ഉള്ളിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ വി ഫൈൻഡ് ദാറ്റ് എവരിവെയർ, എവിടെയെങ്കിലും ഒരു നന്മ കണ്ടാൽ അതിനെ തകർക്കാനുള്ള ശക്തികൾ വളരെ പെട്ടെന്ന് ഉയരുകയും അവർ പരക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ്. പക്ഷേ ഇവിടെയാണ് സത്യദീപം പോലുള്ള ഒരു മാധ്യമത്തിന് രംഗത്ത് വരാൻ സാധിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. യുവജനങ്ങളുടെ മനസ്സിൽ അത് എത്താൻ സാധിക്കണം. നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലും കത്തോലിക്കരുടെ ഇടയിലും ഇത് നമുക്കത് ആവശ്യമാണെന്ന് തോന്നണം. ഇതിലേക്ക് ധാരാളം പങ്ക്തികൾ വിവിധ വിഭാഗങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇത് ഡിജിറ്റൽ ഏജാണ്. നമ്മളത് ഡിജിറ്റൈസ് ചെയ്തു എന്നതുകൊണ്ട് ഇത് വായിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സോ വി നീഡ് ടു ഹാവ് എ സോർട്ട് ഓഫ് എന്താണ്, ഒരു ചെറിയ രീതിയിലൊരു സർവേ നടക്കുക, ക്വസ്റ്റ്യനെയർ നടത്തുക, കുറേ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. ആൻഡ് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു പോയിന്റ്, ദ തിയോളജി ഓഫ് ഗിവിങ്. ഇപ്പോൾ വളരെയധികം സംസാരിച്ച് ഒരു എന്താ പറയുന്നത്, പബ്ലിക് വ്യൂവിൽ വന്നിരിക്കുന്ന ഒരു ആശയമാണ് ദ തിയോളജി ഓഫ് ഗിവിങ്. അപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നത് ദൈവപിതാവാണ് ആദ്യത്തെ ഗിവർ. ഏറ്റവും വലിയ ഗിവർ ദൈവമാണ് തൻ്റെ ഏകപുത്രനെ നമുക്ക് തന്നത്. അവിടം തൊട്ട് തുടങ്ങുകയാണ് ഗിവിങ്. അപ്പോൾ ഈ ഗിവിങ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ മക്കളായ നാം ക്രിസ്ത്യാനികൾക്ക് നമുക്ക് ഓരോരുത്തർക്കും പിന്തുടരാൻ സാധിക്കണം. അതിനേക്കുള്ള വഴികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. നല്ല ആശയങ്ങൾ തരാൻ തയ്യാറായ ആളുകളെ ഒരുമിച്ച് കൂട്ടുക. നമ്മൾ ആർക്കും ഒരു ഭീഷണിയല്ല എന്നുള്ള ഓർമ്മ വേണം. ഒരുമിച്ച് നിന്ന് ഇന്നത്തെ വളരെയധികം സങ്കടകരവും സങ്കീർണമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. സത്യം ജയിക്കട്ടെ. താങ്ക് യു മാഡം. സത്യത്തിന് മുഖമുണ്ട്, മുഖമൊഴിയുണ്ട്. അത് ട്രൂത്ത് വിത്ത് കമ്പാഷൻ. സ്വാഭാവികമായിട്ടും സ്വയംധാനത്തിൻ്റെ ദൈവശാസ്ത്ര വഴിയിലൂടെ സത്യം അതിന് ദീപം ജ്വലിപ്പിച്ച് മുന്നോട്ട് പോകട്ടെ.